ചെയ്യാൻ പോകുന്ന കുക്കിങ് ഇത് ബോൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചെറുപഴം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാലിപ്പൂവൻ്റെ പഴമാണ് ഏറ്റവും നല്ലത്. അത് തിരുവനന്തപുരത്തൊക്കെ അതിന് രസകദളി പഴം എന്ന് പറയാറുണ്ട്. ഇത് ഞാലിപ്പൂവൻ്റെ പഴം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാവേ. നമ്മളിതിപ്പോൾ 5 പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ ചെറിയ പാത്രത്തിന് അരപ്പാത്രം തേങ്ങയും ഈ പാത്രത്തിന് ഒരു അരപ്പാത്രം ഗോതമ്പ് മാവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി പഴം ഇതിലേക്ക് തുളിച്ചിടാവേ. ഇങ്ങനെ ഇടിച്ചുടയ്ക്കാനുള്ള സാധനം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാനിവിടെ ഫോർക്കാണ് ഉപയോഗിക്കുന്നത്. ഫോർക്ക് വെച്ചാണ് ഞാനിവിടെ ഇത് ഉടയ്ക്കുന്നത്. ഫോർക്ക് വെച്ചും ഉടയ്ക്കാൻ പറ്റും നമുക്ക്. ലാസ്റ്റ് എന്തായാലും കൈ കൊണ്ട് നമ്മൾ കുഴയ്ക്കേണ്ടി വരും. ഇതിൽ നമ്മൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇതിലിടും. ഏത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും ഒരു ശകല ഉപ്പ് കൂടെ ചേർക്കുമ്പോഴേ അതിന് ടേസ്റ്റ് വരുള്ളൂ. നമ്മളിതിൽ കൂടെ ഇനി കൈ കൊണ്ട് കുഴച്ചാലേ പറ്റും. ഞാൻ ഫോർക്ക് മാറ്റി. നല്ല പൊടിയണമെങ്കിൽ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഇട്ട് കൊടുക്കാനേ. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് മാവും കൂടെ ഇട്ട് കൊടുക്കാവേ. നോക്കിയിരുന്ന് കുറച്ച് ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ഗോതമ്പ് മാവ് കൂടിയാൽ ബാക്കി മാറ്റി വെക്കണം. ഇത് ഓപ്ഷണലായിട്ട് പറയുവാണെങ്കിൽ ഒരു മുട്ടയും കൂടെ ഇതിൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണെന്ന് പറയും. ഞങ്ങൾക്ക് പഴത്തിൻ്റെ കൂടെ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം എന്നുള്ളവർ മാത്രം ഇട്ടാൽ മതി. അതും ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം, അതിന് ആഗ്രഹമുള്ളവർ മാത്രം കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇടാവേ. ഇത് നമുക്ക് പാനിലേക്ക് ആക്കണം. നമുക്ക് ഗ്യാസ് കത്തിക്കാവേ. പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നെയ്യ് ഇടണം. ഇതിൽ മുട്ട ചേരാത്തത് കാരണം കൂടുതൽ നെയ്യ് ഇട്ടാൽ മാത്രമേ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇളക്കാൻ പാടായിരിക്കും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് പാനിലേക്ക് ആക്കി കൊടുക്കാം. ആദ്യം കൈയൊന്ന് വെള്ളത്തിൽ നനയ്ക്കുന്നത് നല്ലതായിരിക്കുമേ. ഇതിപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിവശം ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാവേ. ഇങ്ങനെ ഒരുമിച്ച് മറിക്കാൻ പ്രയാസമുള്ളവർ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടാലും മതി കേട്ടോ. ഇപ്പോൾ ഇത് നെയ്യ് ചേർത്തത് കൊണ്ട് അത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ടേസ്റ്റ് ഇഷ്ടമാവും നെയ്യ് ചേർക്കുന്നത് കൊണ്ട്. അപ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊരു നല്ല പലഹാരമായിട്ട് ഇത് കൊടുക്കാൻ പറ്റുമേ. ഇതിപ്പോൾ നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാവേ.